ഹലോ ഗായ്സ്, അപ്പോൾ 2025 എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഉംറ ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടാളുടെയും ഒരു വിഷ് ലിസ്റ്റിലുള്ള കാര്യമാണ് കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ ദുബായ് നേരെ സൗദിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണ് ഉംറ ചെയ്യുന്നത്. ഉംറയ്ക്ക് വേണ്ടി പ്രത്യേക വിസയൊന്നും വേണ്ട. ഹജ്ജിന് അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊന്നുമല്ല, ഞങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളപ്പം റിസൈൻ സാലും ഉണ്ട്. അവർ ഡയറക്റ്റ് ഞങ്ങൾ ഈ മക്കത്ത് എത്തിയ ആ സമയത്താണ് അവർ UK നിന്ന് മക്കത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിസ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ UK വിസ ഹോൾഡേഴ്സ് ഏത് വിസ ആയിക്കോട്ടെ, അതേപോലെ പിന്നെ നമ്മളിൽ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസ കിട്ടും. ദുബായിലും സൗദിയിലൊക്കെ വിസ ഓൺ അറൈവൽ ഉണ്ട്. സൗദിയിൽ നമുക്ക് 1 year മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ജസ്റ്റ് എയർപോർട്ടിൽ എത്തി റൈറ്റ് സൈഡിലേക്ക് തരുന്ന കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിസയും പാസ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 80 pound വന്നിട്ടുണ്ടായിരുന്നത്. മെഡിക്കലും എല്ലാം ഇൻക്ലൂഡ് ആയിട്ട്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മളിവിടെ പോകുമ്പോൾ എയർലൈൻ ക്രൈറ്റീരിയസ് ഒന്ന് നോക്കണം. ചില എയർലൈൻസിന് മസ്റ്റ് ആയിട്ട് വിസ മുൻപേ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK നിന്ന് ജിദ്ദയിൽ വന്നിട്ട് പിന്നെ ജിദ്ദയിൽ നിന്ന് ദുബായ് കണക്ഷൻ എടുത്ത് പോകണം ചെയ്തത്. അപ്പോൾ ജിദ്ദ വരെ വന്നത് വിസേറിലായിരുന്നു. വിസേറിൽ അങ്ങനത്തെ ക്രൈറ്റീരിയസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ വന്ന് വിസ എടുക്കൽ ഓക്കെ ആയിരുന്നു. ഒട്ടുമിക്ക എയർലൈനും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ വന്ന് സൗദി വിസ എടുക്കുന്ന സമയത്ത് ഇൻ കേസ് അവർ പർപ്പസ് ചോദിക്കുകയാണെങ്കിൽ വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഉംറ എന്ന് പറയണ്ട. ബിക്കോസ് ഉംറയ്ക്ക് വേറെ സ്പെഷ്യൽ വിസ ഉണ്ട്. ബട്ട് നമുക്ക് വിസിറ്റിംഗ് വിസയിൽ ഉംറ ചെയ്യാം. ഉംറയ്ക്കുള്ള സ്പെഷ്യൽ വിസയ്ക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. ദുബായിൽ പക്ഷേ സിംഗിൾ എൻട്രി ആണ്. 14 days മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ദുബായിൽ പോകുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ്സും പിന്നെ അതുപോലെ നമ്മൾ അക്കൗണ്ടിൽ ഒരു മിനിമം 500 pounds ഒരു ഷോ മണി ഒരാളുടെ അക്കൗണ്ടിലും കാണിക്കണം. ബിക്കോസ് ചില കൗണ്ടേഴ്സിൽ അത് ചോദിക്കും. നൈറ്റ് ദുബായിൽ നിന്ന് കയറിയിട്ട് ഏകദേശം പുലർച്ചെ ടൈം ആയപ്പോഴാണ് കേട്ടോ നമ്മൾ സൗദി ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ടാക്സികൾ കിട്ടുമെന്ന് ബാർഗൈൻ ചെയ്ത കുറഞ്ഞ റേറ്റിൽ കിട്ടും. ടാക്സി എടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് വന്നു. പക്ഷേ നമ്മൾ തലേന്ന് ബുക്ക് ചെയ്താണ്. ചെക്കിൻ ടൈമിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓവർ ബുക്ക്ഡ് ആയിട്ട് ഞങ്ങളുടെ റൂം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവർ നമുക്ക് വേറൊരു ഹോട്ടൽ റെഡിയാക്കി തന്നു. അങ്ങോട്ടുള്ള കാറും എല്ലാം അവർ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ദുബായിൽ നിന്നാണ് ഇഹ്റാം കിട്ടിയിട്ട് വന്നത്. അപ്പം നേരെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ഉംറയ്ക്ക് പോകാൻ കരുതി. സുബൈൻ്റെ ആ ടൈമിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഉംറ ചെയ്തത്. റൂമിൽ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ അവിടെ എത്തിയിട്ട് പുറത്തുനിന്ന് സുബൈൻ സ്കരിച്ച് 79 എന്ന് പറയുന്ന ഒരു ഗേറ്റിൽ കൂടെ ഞങ്ങൾ എൻ്റർ ചെയ്തത്. അതിൽ കൂടെ നമ്മൾ ഉംറ ചെയ്യാൻ എൻ്റർ ചെയ്യേണ്ടത്. ഇക്കറും കാര്യങ്ങളൊക്കെ ഒതുന്നുകൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാൻ മറന്നു. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഹറമിൻ്റെ അടുത്ത് നിന്ന് സിം എടുക്കാൻ പറ്റിയിട്ട്. പക്ഷേ എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ അങ്ങനെ ഇംഗ്ലീഷ് അത്ര പോപ്പുലർ അല്ല. കൂടുതലും അറബിയാണ് അവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഹിന്ദി. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ. പുലർച്ചെ ആയതുകൊണ്ടും നല്ല വെതർ ആയതുകൊണ്ടും വലിയ ടയർഡ്നെസ് ഉണ്ടായിരുന്നില്ല. തിരക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ബിക്കോസ് ആ സമയത്ത് മക്കത്ത് വെതർ നല്ലതായതുകൊണ്ടും പിന്നെ കുട്ടികൾക്ക് മദ്രസയൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. then നമ്മൾ റൂമിലേക്ക് എത്തി റെസ്റ്റ് എടുത്ത് വേണ്ടു ഈവനിങ് മഗ്‌രിബ് ഇശാ ഒക്കെ ജമാഅത്ത് കൂടാൻ വേണ്ടി നമ്മൾ ഹറമിലേക്ക് തന്നെ പോയി. മഗ്‌രിബ് പക്ഷേ ഞങ്ങൾക്ക് താഴത്തെ സൊഫ് കിട്ടിയില്ല, ഞങ്ങൾ മേലായിരുന്നു. ഇഷായിന് പക്ഷേ വുമൻ്റെ ഫസ്റ്റ് സൊഫും മെൻസിൽ അവർക്ക് 3rd row കിട്ടിയിട്ടുണ്ടായിരുന്നു താഴെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങും ഫുഡിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് എടുക്കേണ്ട, 2nd month എൻഡിങ് ആണ്, ഫസ്റ്റ് ട്രിമസ്റ്റർ ആണ്, ടയർഡ് തോന്നുകയാണെങ്കിൽ ഉംറ കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ എനിക്ക് വലിയ ടയർഡ്നെസ് ഒന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഹറമിൻ്റെ ലോങ് വ്യൂ കാണുന്ന ഒരു ടവറിൻ്റെ മേലെ പോയി. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് വേറെ സ്ഥലത്ത് നമ്മളത് കണ്ട് തിരിച്ചു വന്ന്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഞങ്ങൾ സെക്കൻഡ് ഉംറയ്ക്ക് പോയി. ഐഷാപ്പള്ളിയിൽ പോയിട്ടാണ് ഇഹ്റാം കിട്ടിയത്. പക്ഷേ കുറച്ച് വെയിലുള്ള ടൈമായിരുന്നു, പുലർച്ചെ ആയിരുന്നില്ല, ഒരു ഉച്ച സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ വീൽ ചെയറൊക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് ജിദ്ദയിലും മദീനയിലേക്ക് വന്ന സമയത്ത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഉംറയ്ക്ക് വരണമെന്ന്. പിന്നെ എന്തായാലും ആ ഉംറയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ധരിച്ച റൂമിൽ പോയിട്ട് ഇതേപോലെ ഈവനിങ് വീണ്ടും ഇറങ്ങി. ഇനി നമ്മുടെ ഉംറയുടെ ലാസ്റ്റ് പാർട്ടാണ് വിദാത്തിൻ്റെ തോഫ്. അത് നൈറ്റ് ആയതുകൊണ്ട് വെതർ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ടയർഡ്നെസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒന്ന് ടയർഡായിരുന്നു. എന്നാലും എനിക്ക് യമനി കോർണറും കൗപ്പൊക്കെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛക്ലാസ് അത് തൊടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഷെഫീക്കൊക്കെ പോയിട്ട് വരാൻ പറ്റിയിട്ടോ. ആൻഡ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ചെക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലഗേജൊക്കെ ഇവിടെ ഹറമിൻ്റെ അടുത്ത് തന്നെ ലഗേജ് സെൻറ്ററിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവിടെ ഹോട്ടലിൽ വെക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ടാക്സി എടുത്ത് നേരെ മദീനത്തേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ 2 ഭാഗത്ത് റൂമുകളും അടിപൊളിയായിരുന്നു. രണ്ടും അടുത്തായിരുന്നു, നമുക്ക് ഹറമിൻ്റെയും മദീനത്തിൻ്റെ അടുത്തായിരുന്നു. പിന്നെ നീറ്റ് ആൻഡ് ക്ലീനും അഫോർഡബിളും ആയിരുന്നു കേട്ടോ. സർവീസും അടിപൊളിയായിരുന്നു അവരുടെ, പ്രത്യേകിച്ച് മദീനത്ത്. ബിക്കോസ് ഞാൻ അവിടെ ഒരുപാട് ടയർഡായിരുന്നു. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മദീനത്തെ ഫസ്റ്റ് ഡേ നമ്മൾ ഫുൾ മദീനത്തായിരുന്നു. റൗളിൽ നിന്ന് കയറി കാണാൻ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് റിസയ്ക്കും പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ന്യൂസ്കിൽ സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഭയങ്കര ബിസി ആയിരുന്നു. നമ്മൾ നേരത്തെ സ്ലോട്ട് എടുക്കണം. നമുക്കാണെങ്കിൽ വിസ കിട്ടാതെ സ്ലോട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ കയ്യിൽ വിസ ഉണ്ടല്ലോ, 1 year വിസ അല്ല, ഇൻഷാല്ലാ ഇനി ഒരു പ്രാവശ്യം കൂടി പോകണം. അപ്പോൾ ന്യൂസ്കിൽ നേരത്തെ കയറി സ്ലോട്ട് എടുത്ത് പോകണമെന്നുണ്ട്. പക്ഷേ ഷെഫീഖാക്കും സാലൂനും നിസ്കാരത്തിൻ്റെ അല്ലാത്ത സമയങ്ങളിലായിട്ട് 2 പ്രാവശ്യം കയറി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് റിസയ്ക്കും ഇതുപോലെ കുറച്ച് ദൂരത്തുനിന്നേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അന്ന് നൈറ്റ് ഫുള്ളും നമ്മൾ അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്, നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ മോർണിംഗ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി, ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളന്ന് മോർണിംഗ് സിയാറത്തുകൾ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. ഒരു ടാക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ടു ഈവനിങ് ആയിട്ട് 5 സ്പോട്ടുകൾ അവർ നമ്മളെ കൊണ്ടുപോകും. ഉഹുദ് മല, പിന്നെ മസ്ജിദുൽ കിബ്ലത്തൈനി, മസ്ജിദുൽ കുബ്ബ, ഗാർവല്, അങ്ങനെ എല്ലാവരുടെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉഹുദ് മലയൊന്നും കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പള്ളിയിലാണ് ഇരുന്നത്. നമ്മൾ തിരിച്ച് മദീന പള്ളിയിലേക്ക് എത്തി. അവിടെ ഷെഫീഖാൻ്റെ ലാപ്പിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരപ്പം ഫുഡ് ടേക്കറൊക്കെ ആയിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. നമ്മുടെ ലഗേജ് ചെക്കൗട്ട് ചെയ്തിട്ടും ഹോട്ടലിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹോട്ടലിൽ പോയി ലഗേജും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. എയർപോർട്ടിൻ്റെ അടുത്ത് നമുക്ക് സംസം വാങ്ങാൻ പറ്റും. ഒരാൾക്ക് 5 ലിറ്റർ വെച്ചാണ് വാങ്ങാൻ പറ്റുന്നത്. നമ്മൾ ലഗേജിൻ്റെ ഉള്ളിലൊന്നും വെക്കരുത്. നമ്മൾ ഹാർഡ് ബോർഡോടെ തന്നെ ചെക്കിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കണം. അതിൽ അവർ നമ്മുടെ ബോർഡിംഗ് ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് നമ്മളോട് ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ട പോയിന്റ് ഒക്കെ കാണിച്ചു തരും. അവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്താൽ മതി. നമുക്ക് നോർമൽ
നോർമലി നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇറങ്ങുന്ന എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ UK-ലാണ്, അവിടെ നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ഭയങ്കര ടയർഡായിട്ട് വന്നുകൊണ്ട് തന്നെ വന്ന സമയത്ത് ഹോസ്പിറ്റലും ആംബുലൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന എൻ്റെ സിറ്റുവേഷൻ. അതിനിടയ്ക്ക് 2 മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ബ്ലഡ് കിട്ടാണ്ടൊക്കെ കുറേ ഇടങ്ങേറായി. പക്ഷേ 2 പേർക്കും ജോബിന് ഓഫൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതെൻ്റെ ഫസ്റ്റ് ട്രിമസ്റ്ററിൻ്റെ ലാസ്റ്റ് മന്തും ആയിരുന്നു. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് വേർഷൻ ഞാൻ കണ്ടത് ആ ടൈമിലാണ് കേട്ടോ. വോമിറ്റിംഗ് മാത്രമല്ല, എനിക്കൊന്നും കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സെക്കൻഡ് ട്രിമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ, അതായത് 4th മന്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എൻ്റെ എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫസ്റ്റ് ട്രിമസ്റ്റർ എൻഡ് ചെയ്യണ ആ ഒരു 3rd മന്തിൻ്റെ ലാസ്റ്റ് ടൈമിലായിരുന്നു എൻ്റെ 12th വീക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ടെൻസ്ഡ് ആയിരുന്നു. ഞാൻ ഇത്രയും ടയർഡ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്ന്. പക്ഷെ കുട്ടി കറക്റ്റ് പൊസിഷനിൽ കിടക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നോർമലാണെന്ന് പറഞ്ഞവർ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തപ്പോൾ റെഡിയായി. ബാക്കി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം നോർമലാണെന്ന് കേട്ടപ്പോൾ ഹാപ്പി കിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.